iPhone Xന്റെ ഫേസ് ഐഡി റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കുവാണ്. TrueDepth ക്യാമറയുടെ കംപ്ലയിൻറ്റ് നമുക്ക് സെറ്റിങ്സിൽ കാണാൻ പറ്റും. ഇത് ഡോട്ട് പ്രൊജക്ടർ കംപ്ലയിൻ്റ് ആണെന്നാണ്, ഹാർഡ്വെയർ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളത് ഹാർഡ്വെയറായിട്ട് സർവീസ് ചെയ്തെടുത്താലേ അത് റെഡിയാവുള്ളൂ. അതിനായിട്ട് ഞാൻ ഡിവൈസ് അഴിക്കുകയാണ്. ഇത് വെള്ളം കയറിയപ്പോൾ എന്തോ ആണ് TrueDepth കംപ്ലയിൻ്റ് ആയത്. വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. വെള്ളം കയറിയാൽ എന്തായാലും TrueDepth ക്യാമറ കംപ്ലയിൻ്റ് ആവും, അതുകൊണ്ട് ഡോട്ട് പ്രൊജക്ടർ കംപ്ലയിൻ്റ് ആവും, താഴെ വീണാലും കംപ്ലയിൻ്റ് ആകാറുണ്ട്. അപ്പം എനിക്കൊരു ചെറിയ ഡൗട്ട്, അതിൻ്റെ സ്ട്രിപ്പ് മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ 3 ടൂൾ വഴി അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ നോക്കി. ഫ്രണ്ട് ഇയർ സ്പീക്കർ സ്ട്രിപ്പൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ബാക്ക് ക്യാമറ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡിവൈസിൽ നിന്ന് നമ്മളുടെ ഫ്രണ്ട് ക്യാമറ സ്ട്രിപ്പ് റിമൂവ് ചെയ്തെടുക്കണം. ട്രൂ ടോൺ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കൺഫേമാണ്. ഇയർ സ്പീക്കർ സ്ട്രിപ്പൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ഫ്രണ്ട് ക്യാമറ റിമൂവ് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആ ബാറ്ററിയുടെ ഒരു സെല്ല് ജസ്റ്റ് ഒന്ന് പോക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലാണ് TrueDepthൻ്റെ ഡോട്ട് പ്രൊജക്ടർ എന്ന് പറയും, ഡോട്ട് പ്രൊജക്ടർ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് JCയുടെ ടൂൾ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കണം അതിൻ്റെ ഇഷ്യൂ ആണോ എന്നുള്ളതായിട്ട്. അത് നമ്മൾ ടൂളിൽ കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അബ്നോർമൽ എന്ന് കാണിക്കും. ഇപ്പം നമുക്ക് കുത്തി നോക്കുമ്പോൾ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഞാനപ്പോൾ JCയുടെ ടൂളിലേക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ഡോട്ട് പ്രൊജക്ടറിൻ്റെ കണക്ടർ കുത്തി നോക്കുകയാണ്. എല്ലാം അബ്നോർമലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അത് സർവീസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് JCയുടെ തന്നെ സ്ട്രിപ്പുണ്ട്. നമ്മളതിലേക്ക് സോഫ്റ്റ്വെയർ കോപ്പി ചെയ്ത് റെഡിയാക്കുകയാണ്. ഒറിജിനൽ ഡാറ്റ കോപ്പി ചെയ്ത് JCയുടെ സ്ട്രിപ്പിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് JCയുടെ സ്ട്രിപ്പ് നമുക്കിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ടുള്ള സർവീസാണ് ചെയ്യുന്നത്. പിന്നെ അലൈൻമെൻറ്റ് പക്ക അല്ലെന്നുണ്ടെങ്കിൽ ഫേസ് ID കിട്ടത്തില്ല. വെറുതെ നമ്മൾ സർവീസ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് തെറ്റിപ്പോയെങ്കിൽ ഫേസ് ID കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇപ്പം മാർക്ക് ചെയ്യുന്നതൊക്കെ കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ്.
സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് JCIDയുടെ ടൂളിൽ ഇതൊന്ന് വെച്ചിട്ട് നോർമലായോ എന്ന് നോക്കണം. എല്ലാം നോർമലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ക്യാമറയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡിവൈസിലിട്ടിട്ട് ഫേസ് ID കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി സേഫായിട്ട് നമ്മൾ ഫോണിലേക്ക് ഫ്രണ്ട് ക്യാമറ യൂണിറ്റ് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് ID കിട്ടുന്നുണ്ടോ എന്നാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫേസ് ID എന്താണെങ്കിലും കിട്ടും. അലൈൻമെൻറ്റ് എന്തെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഓണാക്കി നോക്കാം. വർക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഫേസ് ID എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം മാക്സിമം വെള്ളമൊക്കെ കയറാതെ നോക്കുക. വെള്ളം കയറിയാലോ താഴെയൊക്കെ വീഴുമ്പോൾ ഡോട്ട് പ്രൊജക്ടർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുന്നതായിരിക്കും. അങ്ങനെ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ്വെയർ സർവീസ് ചെയ്ത് ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ. സോഫ്റ്റ്വെയറിലൊന്നും ഇത് റെഡിയാകത്തില്ല. അപ്പോൾ TrueDepth ക്യാമറയുടെ കംപ്ലൈൻറ്റ് വരുന്നത് ഹാർഡ്വെയർ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ക്യാമറയുടെ എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുകയാണ്. അപ്പം ഇതായിരുന്നു iPhone Xൻ്റെ ഫേസ് ID റിപ്പയറിങ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിരിക്കും നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.